بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരീ സഹോദരൻ, സൂറ അൽ മുൽക്കിൽ 16-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മുൽക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ അത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി എല്ലാം എമ്പാടും ഈ ഭൂമിയിൽ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് വിശദീകരിച്ചത്. മാത്രമല്ല അത് തേടിപ്പിടിക്കാനുള്ള ബാധ്യത മനുഷ്യരായ ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനുള്ള വിഭവങ്ങളെ സമാഹരിക്കണമെന്ന അല്ലാഹുവിന്റെ കൽപ്പന. الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. അതോടുകൂടി എന്തുകൂടി വേണം? നിങ്ങൾ എന്റെ അരികിലേക്കാകുന്നു നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കാര്യം മറക്കരുത്. ദുനിയാവിന് വേണ്ടി പടക്കപ്പെട്ടവരല്ല, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പടക്കപ്പെട്ടവർ. ഗർഭസ്ഥ ശിശുക്കളെ ഗർഭാശയത്തിന് വേണ്ടി പടക്കപ്പെട്ടവരല്ലോ ആണോ? അല്ല. സമയായ അവരവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും തിരിച്ചു വരും. അതേപോലെ നമ്മളെ സമയായാൽ ഇവിടുന്ന് നമ്മള് കാലാകാലം താമസിക്കേണ്ട ഒരു ലോകത്തേക്ക് പുറപ്പെടാനുള്ളത്. അതാണ് ഇലൈഹി അൻ-നുശൂർ എന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഇലൈഹിൽ മസീർ എന്ന് ചില സ്ഥലത്ത് മടക്കം. മസീർ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നു. ഇന്ന ഇലാ റബ്ബിക റുജ്അ, മടക്കം. തീർച്ചയായും നിന്റെ റബ്ബിന്റെ അരികിലേക്കാകുന്നു നിന്റെ മടക്കം. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന ദുആ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. അവിടെ നുശൂർ നിങ്ങളെ മരിച്ചതിൽ നിന്ന്, മരണത്തിൽ നിന്ന് രണ്ടാമത് ജീവിപ്പിച്ച അല്ലാഹുവിന്റെ സർവസ്തുതിയും അവനിലേക്കാകുന്നു നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഓരോ ഉണരലും ഓരോ ഉയർത്തെഴുന്നേൽപ്പാണ്. ഓരോ ദിവസവും നമ്മൾ ഉണരല് എന്താണ്? ഓരോ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പൊ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഓരോ ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പഠിച്ചു ആൾക്കാരത് നോക്കുന്നുണ്ടോ? അവരെണീറ്റ് കണ്ടെത്തിലേക്ക് പിന്നെ പോകാൻ ഇത്തരം സംഗതി സംഭവിച്ചത് നോക്കാൻ. ഇത് നോക്കൂ, നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹീന വബിക നമൂസ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്താലാകുന്നു ഈ സുപ്രഭാതം ഞങ്ങൾക്ക് ലഭിച്ചത്. ഉണർന്നിട്ടില്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന. ഇത് ഞങ്ങൾ വൈകുന്നേരമാകുന്നതും നിന്റെ അനുഗ്രഹത്താലാകുന്നു. വബിക നഹിയ, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അങ്ങനെയല്ലേ? നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളെ കഴിവുകൊണ്ടാണ്?
നീ മരിക്കുന്നതും ആരുടെ അനുഗ്രഹം തന്നെയാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹം. പിന്നെ പറയുന്നതോ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുവിലേക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹ് നമ്മളെ ഉണർത്തുന്നുണ്ട് ഈ വചനങ്ങൾ. എന്നിട്ട് അള്ളാഹ് പറയാണ് അത്തായത് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അമീന എന്ന് പറഞ്ഞാൽ നിർഭയരായി. ആമിൻ എന്ന് പറഞ്ഞാൽ നിർഭയൻ. ആമിന വേറൊക്കെ ഉണ്ടല്ലോ. ആമിന നിർഭയ. ആമിനുൻ നിർഭയൻ. ആമിന നിർഭയ. ആമിന നിർഭയനായി. അഅമിൻതും നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ആരെ കുറിച്ച്? മൻ ഫിസ്സമാ ഉപരിലോകത്തുള്ളവനെ കുറിച്ച്. ആ ഉപരിലോകത്തുള്ളവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ ഉപരിലോകത്തുള്ള അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്നാണ് അടുത്ത ആയത്തിലും മംഫിസമാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. മംഫിസമാ ഉപരിലോകത്തുള്ളവൻ ആണ് അള്ളാഹു, അല്ലെങ്കിൽ ആകാശ ലോകത്തുള്ളവനാണ് അള്ളാഹു എന്ന് പറയാൻ. ആകാശം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശ ലോകത്തിന് മൂലക്ക് ഇങ്ങനെ ഇരിക്കണമെന്നാണ് പഠിച്ചോൻ എന്ന ധാരണയല്ല ഇത് ഓതുമ്പോ നമുക്ക് ഉണ്ടാകേണ്ടത്. നേരെ മറിച്ചോ എങ്ങനെയാണ് അള്ളാഹുവിന്റെ യുദ്ധം നോക്കൂ. الرحمن على العرش استوى. സൂറത്ത് റഹ്മാൻ അല്ലേ? الرحمن على العرش സൂറത്ത് വാങ്ങില്ല. الرحمن على العرش استوى. അല്ലാഹു അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അല്ലാഹുവിന്റെ അർശ് എന്താണ് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരാൻ കഴിയും? കഴിയില്ല. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഒന്ന് കണ്ടിട്ട്, പിന്നൊന്ന് കേട്ട്, പിന്നൊന്ന് വാസനിച്ച്, പിന്നൊന്ന് രുചിച്ച്, അഞ്ചാമത്തേത് സ്പർശിച്ച്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം അതീന്ദ്രിയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾക്കപ്പുറം കുറേ സംഗതി തൊട്ട് മനസ്സിലാക്കാൻ കാണാത്തത്, കണ്ടു മനസ്സിലാക്കാൻ കാണാത്തത്. ഈ ഫാന് തിരിയുന്നില്ലേ? ഈ ബൾബ് കത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് കത്തുന്നത്? ഇതുകൊണ്ടാണ് കത്തുന്നത് ഇലക്ട്രിസിറ്റി അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ? കണ്ടതില്ലല്ലോ. അപ്പൊ കാണാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാന്ന് ആരെങ്കിലും പറയും. ഇലക്ട്രിസിറ്റി ബൾബുണ്ട്, ഫാനുണ്ട്. അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. അതിനെ തൊട്ട് മനസ്സിലാക്കാൻ കഴിയും. തൊട്ടാ വിവരം എന്ത് ആളുണ്ട് ആളുണ്ട് വിവരം അപ്പൊ അത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെയുണ്ട്. നമ്മൾ പെരുമാറുന്ന, നമ്മൾ ജീവിക്കുന്ന എല്ലായിടത്തും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എങ്ങനെ കിട്ടുക? അത് വഹിയിലൂടെയാണ്. അതിൽപ്പെട്ടാണ് മരണാനന്തര ജീവിതം നമ്മൾ കാണുന്നത്. മരണാനന്തര ജീവിതം, അവിടെയുള്ള സുഹൃത്തുക്കളും മറ്റു കാര്യങ്ങളും. അതേപോലെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. കാണണം, നമുക്ക് പഠിച്ചോ കാണണ്ടേ? കാണാൻ കഴിയും. ഇപ്പൊ കാണാൻ കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ഒരു ദൃഷ്ടികൾക്കും അവനെ പ്രാപ്യമല്ല, ഒരു കണ്ണുകൾക്കും അവനെ കാണാനാവില്ല. എല്ലാ കണ്ണുകളെയും കാണുന്നവനാണ് ആര്? അല്ലാഹു. കണ്ണുകളെ മാത്രമല്ല, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ വരെ. നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വിചാരം പഠിച്ചവനാണ്. അപ്പൊ കട്ട് നോക്കണ്ട, കാണാതെ നോക്കോ, കക്കാതെ നോക്കോ.
അപ്പൊ അങ്ങനെയുള്ള ഒരു അള്ളാഹു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോ എല്ലാം നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ഇന്ദ്രിയ ഗോചരമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിൽപ്പെട്ടാണ് അർശിൽ അവൻ ഉപവിഷ്ടനായിരുന്നു. ആയത്തുൽ കുർസിയില്ലേ, ആയത്തുൽ കുർസി കുർസി എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും അറബിയിൽ എന്താ അർത്ഥം പറയാം? കസേര. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ കുർസി, അള്ളാഹിന്റെ കസേര എന്നവിടെ പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ അധികാര പീഠം, അള്ളാഹുവിന്റെ അധികാര പീഠം ആകാശഭൂമിയിൽ വിശാലമായി കിടക്കുകയാണെന്ന്. അള്ളാഹിന്റെ അധികാരമില്ലാത്തൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലില്ല. എല്ലായിടത്തും ആരധികാരാണ്? അടുക്കളയിൽ ആരധികാരാണ്? അവിടെ അമ്മാന്റെ അധികാരം, അവിടെ മഹലിന്റെ അധികാരം. വല്ലാതെ അങ്ങോട്ട് ചെയ്യണ്ട, ഓരോരുത്തർക്കും ഓരോ അധികാരം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അള്ളാന്റെ അധികാരമോ വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്. അപ്പൊ ആ കുർസി എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? സാധാരണ ചേർന്നാണോ? അപ്പൊ ആകാശ ലോകത്ത് ഉപരിലോകത്ത് ഒരു മൂലക്ക് ഇരിക്കുന്നവനായ അള്ളാഹുവിൽ അള്ളാഹു എപ്പോഴും സബ്ബിഹിസ്മ റബ്ബിക്കൽ പരമോന്നതനാണ്, ഉന്നതിയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ ഔന്നിത്യത്തെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹു ഇത്ര ഉന്നതനാണോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും ആണ് മൻ ഫിസ് സമാ എന്ന വാക്ക് പറയുന്നത്. മനസ്സിലായോ? ഈ ഇസ്തിവാനെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് അൽ ഇസ്തിവാഉ മഅലൂം, അള്ളാഹു അങ്ങനെ അർശിൽ ഉപവിഷ്ടനായി എന്നുള്ളത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. വൽ കൈഫ് മജ്ഹൂൽ, അത് എങ്ങനെയാണ് അള്ളാഹു അവിടെ ഉപവിഷ്ടനായി എന്നുള്ളത് നമുക്ക് അജ്ഞാതമാണ്, അത് മജ്ഹൂലാണ്. ഉണ്ട് എന്നത് മാലൂമാണ്. എങ്ങനെ മാലൂമായത്? എന്താ ഖുർആനിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാലൂമാണ്. അതിന്റെ രൂപം കൈഫിയത്ത് മജ്ഹൂലാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്. എന്തുകൊണ്ട്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തി കൊടുത്തു നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മള് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. എങ്ങനെയാണ് ഇതിൽ പഠിച്ചോ? അള്ളാന്റെ കുർസി എങ്ങനെയാണ്? അതിന് എത്ര കാലുണ്ട്? 3 ആണോ 4 ആണോ 5 ആണോ? അതിനെ നിങ്ങൾ ചോദിച്ച് എന്ത് ചെയ്യണ്ട, അതിന്റെ പിന്നാലെ പോകേണ്ടത്. അതാണ് പറയുന്നത്. ഖുർആനിൽ തന്നെ ഒരു ആയത്തിലുണ്ട്, അവന്റെ വകാന അർശുഹു അലൽ മാ, വെള്ളത്തിന്റെ മുകളിലാണ് അള്ളാന്റെ അർശ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഭൂമിയിലും അതുപോലെ സമാന്തരയില് അള്ളാഹു സംഭരിച്ച ഈ മേഘങ്ങളിൽ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് വലിയൊരു ലോകമുണ്ട്. ആകെ വെള്ളം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ലോകമാണ്. അതിന്റെ മുകളിലാണെന്ത്? അള്ളാഹുവിന്റെ അർശ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വേണമെങ്കിൽ അതിനെ ഓപ്പൺ ആക്കും പഠിച്ചോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ കാലഘട്ടത്തിൽ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? മഴവെള്ളം കൊണ്ടാണ്, വെള്ളപ്പൊക്കം കൊണ്ടാണ്. മഴ വർഷിച്ചു ധാരധാരയെ നിൽക്കാതെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുണ്ട് ഖുർആൻ പറയും. ഇന്ന് വരികയാണ്. അപ്പൊ അതൊരു വേറെ വിഷയമാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, സൂറ സജദയിൽ നമ്മൾ ഓതുന്നില്ലേ എല്ലാ വെള്ളിയാഴ്ചയും? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലുള്ള കാര്യങ്ങളെയൊക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നു. അള്ളാഹു മുദബ്ബിറും കൂടിയാണ്. മുദബ്ബിറുൽ ആരെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവിടുത്തെ ഏതെങ്കിലും വലിയാണോ? അല്ല. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശ ലോകത്തുള്ളവൻ എന്നതിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഇന്ന് നൽകിയത്. അമിൻതും മൻ ഫിസ് സമാ, ഉപരിലോകത്തുള്ളവനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്തിൽ നിന്ന്? അവൻ നിങ്ങളെ ആ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന്.
ആഴ്ത്തിക്കളഞ്ഞു. ഭൂമി സ്വന്തം കൊട്ടാരത്തോടടക്കം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ ഒരാളുടെ കഥ ഖുർആൻ പറഞ്ഞു. ഏത് മുതലാളിയായിരുന്നു? ഹാറൂൻ മുതലാളി. ഫിറഔന്റെ കാലത്ത് ഹാറൂനും ഹാമാനും ഫിറഔനും ഒക്കെ നൂനിൽ അവസാനിക്കുന്ന പേരുകൾ. നമ്മൾ അതിനെ കുറിച്ച് സൂറ ഖസസിലെ 51-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ-അർദ്, അവനെയും അവന്റെ വീടിനെയും അടക്കം ഞാൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു. ഖസഫ എന്ന് പറഞ്ഞാൽ താഴ്ത്തി. അതാണ് ഇവിടെ പറയുന്നത്. അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ, ഭൂമിയിൽ നിങ്ങളെ അവൻ താഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ? ആ താഴ്ത്തിക്കളയുന്ന സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു? ഫഇദാ ഹിയ തമൂർ, മാറ യമൂർ, തമൂർ, ഇളകി മറിയുന്നു. അപ്പൊ ഭൂമി എപ്പോൾ എന്ത് ചെയ്യും? ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാ സുൽസിലത്തിൽ അർളു സിൽസിലത, അത് ദിനത്തെ കുറിച്ച് പറയുന്നു. അള്ളാന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിക്ക് അതിൻ്റെതായ പ്രതികരണം ഉണ്ടാകും. അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ അവൻ ഭൂമിയിൽ ആഴ്ത്തിക്കളയുമ്പോൾ. ഇനി രണ്ടാമത്തെ ചോദ്യം അതേപോലെ തന്നെ. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ, ഉഭയലോകത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ? എന്തിൽ നിന്ന്? അൻ യുർസില അലൈക്കും ഹാസിബാ, നിങ്ങളുടെ നേരെ ഒരു ചരൽമഴ അവൻ അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അർസല യുർസിലു, അയച്ചു. ഹാസിബ് എന്ന് പറഞ്ഞാൽ ചരൽമഴ. ഹസ്ബ എന്ന് പറഞ്ഞാൽ ഹിജാറ സഗീറ എന്നാണ്. ഹസ്ബയിൽ നിന്നാണ് ഇത് വരുന്നത്. ഹാസിബ് വരുന്നത്. അപ്പൊ ചെറിയ കല്ലുകൾ അടങ്ങിയ കാറ്റ്, അല്ലെങ്കിൽ മഴ. ഉപരിലോകത്ത് നിന്ന് വരികയാണെങ്കിൽ മഴ, ഇങ്ങനെയുള്ള മഴവർഷം. അപ്പോ ചരൽമഴ അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാവുകയാണോ? അതെങ്ങാനും അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫസതഅലമൂന കൈഫ നദീർ, എന്റെ മുന്നറിയിപ്പ്. നദീർ മുന്നറിയിപ്പ്, എന്റെ വാണിംഗ് അർത്ഥം. എന്താ നദീർ എന്നൊക്കെ പറഞ്ഞാ എന്റെ വാണിംഗ്, എന്റെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് വഴിയെ അറിയാം. ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ എന്റെ നദീർ, മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് വഴിയെ അറിയാം. അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങനെയൊക്കെ വരും? ഇങ്ങനെ ചരൽ മഴയായി വരും. അതേപോലെ തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന രൂപത്തിൽ വരും. ഇതുപോലെയുള്ള മുൻഗാമികളായ സമൂഹത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ശിക്ഷ നൽകിയിട്ടുണ്ട്. ഇതാ സൂറ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു കഴിവുള്ളവനാണ്. ഹുവൽ ഖാദിർ, എന്തിന്? അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന്, മുകളിലൂടെ തന്നെ നിങ്ങൾക്ക് അദാബ് ഇറക്കാൻ കഴിവുള്ളവരാണ് അല്ലാഹു. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലൂടെ നിങ്ങൾക്ക് ശിക്ഷ ഇറക്കാനും നൽകാനും കഴിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു. സൂറ ഇസ്രാഈൽ 68-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഫഅമിൻതും മൻ യഖ്സിഫ ബികും ജാനിബൽ ബർരി ഔ യുർസില അലൈക്കും ഹാസിബാ. ഇതേ ആശയം തന്നെയാണ്. നിങ്ങൾ നിലകൊള്ളുന്ന കരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരായി ഭൂമിയിൽ കഴിയണോ? അല്ലാഹുവിന്റെ നിയമങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു ചരൽ മഴ അവൻ നിങ്ങളുടെ നേരെ അയക്കുന്നതിൽ നിന്നും നിങ്ങൾ നിർഭയരാവുകയാണോ?
സുമ്മ ലാ തജിദൂ ലക്കും വകീലാ, നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ പിന്നെ ഈ ശിക്ഷ വന്നാൽ ആരെ നിങ്ങൾക്ക് കാണാൻ കഴിയും? നിങ്ങൾക്ക് സഹായിയായും നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായും ആര് തന്നെ ഉണ്ടാവുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ച ആളുകൾക്ക് അവൻ ഇറക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നു. രണ്ടായിരത്തൊന്ന് നോക്കൂ. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير. നദീർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ താക്കീത്. വേറാണല്ലോ. ഇത് നോക്കൂ. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. റസൂലേ, നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങളെ പോലെ പ്രവാചകന്മാർ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ തന്നെ ഏത് സമൂഹത്തിലേക്കാണോ ആ പ്രവാചകന്മാർ അവിടെ അയച്ചിട്ടുള്ളത്, അവർക്ക് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അവിശ്വസിച്ചിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തുള്ള സംഗതിയാണിത്. ഈ നല്ല കാര്യങ്ങൾ ആര് പറയുന്നു? ആൾക്കാർ വേഗം ഒന്ന് വരികയുടെ നല്ല കാര്യമുണ്ട്, ഇവരെ പറയുന്നത് വരുമോ? ആദ്യം എന്ത് ചെയ്യും? പുകന്റെ പടിയും ആദ്യം എതിർക്കാൻ മനുഷ്യന്മാർ ചെയ്യാം. ആൾക്കാർക്ക് ബോധ്യാവില്ല. കാരണം മനുഷ്യന്മാരുടെ മനസ്സും അവരുടെ ചുറ്റുപാടുകളും അവരും ജീവിക്കുന്ന അന്തരീക്ഷമൊക്കെ തിന്മയിലും തെറ്റിലൊക്കെ ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒഴുകുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല. പതുക്കെ പതുക്കെ തന്നെ മാറ്റാൻ കഴിയും. കാരണം മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളെ നരകത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ മലക്ക് ചോദിക്കുന്നതിനെ കുറിച്ച് ഇതോ ബന്ധം ഇതില് ഇല്ലല്ലോ. വരാൻ കിട്ടുള്ളൂ. എന്തേ നിങ്ങൾ ഈ നരകത്തിൽ എന്താ മറുപടി പറയുന്നത്? നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാര് അവിശ്വാസികളും അവര് മറുപടി പറയുന്നു. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ. ഒക്കെ മനസ്സിലായി നമുക്കല്ലേ? നിസ്കാരം മൈൻഡ് ചെയ്തില്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. മൂന്നാമത് പറയുന്നുണ്ട്, ജനങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതിന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോയി. ഇപ്പൊ മനുഷ്യന്മാരധികം തന്നെയാണ്. ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെയാണോ ചെയ്തത് അതിനനുസരിച്ച് പോകുകയാണ്. അപ്പൊ ഇങ്ങനെ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന പൊങ്ങുതടികളെ പോലെ ഒഴുക്കിനനുസരിച്ച് പൊങ്ങി ഒഴുകാനുള്ളവരല്ല വിശ്വാസികളായ നമ്മൾ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, വിധികൾ, വിലക്കുകൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. അത് പാലിക്കേണ്ടവരാണ്. എന്നാൽ അത് കളവാക്കിയ ആളുകളുടെ അവസ്ഥ എന്താണ്? വലഖദ് നോക്കൂ, വാവ് ലാം ഖദ്, അത് മൂന്നും ഒരേ അർത്ഥത്തിലാണ്. വാവുൽ ഖസം, ലാമുൽ ഖസം, ഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയം, തീർച്ച. അത് അങ്ങനത്തെ അറബി തന്നെ പറഞ്ഞാലും ശരിയാവും. മലയാളത്തിൽ എന്താ പറയാ? നിശ്ചയം, തീർച്ച, ഉറപ്പായും എന്ന് പറയുന്നത്. ഇതിന് വലഖദ് മൂന്ന് നോക്കിയതാവുന്നു. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള പൂർവികരായ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ നിഷേധിച്ചു തള്ളിയിട്ടുണ്ട്, അവർ കളവാക്കിയിട്ടുണ്ട്. വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവഗണിച്ചിട്ടുണ്ട്. ഫകൈഫ, അപ്പോൾ എങ്ങനെയായിരുന്നോ നിങ്ങൾ നോക്കണം. ഫകൈഫ കാന നകീർ, അപ്പൊ എന്റെ അവരോട് അവരുടെ നേരെയുള്ള എന്റെ വെറുപ്പ്, നകീർ എന്ന് പറഞ്ഞാ വെറുപ്പ്, അവരോട് ഉള്ള എന്റെ പ്രതിഷേധം,
അവരോടുള്ള എന്റെ പ്രതികരണം, അവരോടുള്ള എന്റെ വെറുപ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നാണ് പൂർവികരായ സമൂഹത്തിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ സമൂഹം ആരാണ്? അവ്വലു ഉമ്മ ആരാണ്? ഉമ്മത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു സമുദായമായി വരുന്നത് അപ്പോഴാണ്. അത് നബിന്റെ മക്കൾ ഒരു കുടുംബ സംഘമാണ് കേട്ടോ. അങ്ങനെ കുടുംബങ്ങളായി പെരുകി എന്തായി? ഒരു സമൂഹമായി, ഉമ്മത്തായി അവരും പിന്നെ ആദം നബി പഠിപ്പിച്ച തൗഹീദിൽ എന്ത് ചെയ്തു? വ്യതിചലിച്ചപ്പോൾ അള്ളാഹ്ക്ക് തോന്നിയത് ശരിയാവില്ല. അങ്ങനെയാണ് ആദ്യത്തെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാമിനെ അയക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ അധികം ആൾക്കാരുണ്ടായിരുന്നോ? വളരെ കുറച്ച് ആൾക്കാർ. നൂഹ് നബി ഇടങ്ങാറായിട്ട് പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ ഇവര് നന്നാവില്ല. ഇന്നക ഇൻ തദറുഹും യുദില്ലു ഇബാദക. ഇനി ബാക്കിയുള്ള ആളുകളെ നീ ഇങ്ങനെ വിട്ടേക്കുകയാണെങ്കിൽ ഇപ്പൊ വിശ്വസിച്ച ആളുകളെ കൂടി വഴിവെക്കുന്നു. ഇന്നക ഇൻ തദറുഹും യുദില്ലു ഇബാദക വലാ യലിദു. പ്രതീക്ഷയില്ല റബ്ബേ, ഇല്ലാ ഫാജിറൻ കഫാറ. അവരിൽ നിന്ന് ജനിച്ചുണ്ടാകുന്നവർ മുഴുവൻ തമ്മാടികളും അവിശ്വാസികളും ആകും. ഒരു പ്രതീക്ഷയില്ല. നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയ സമയത്ത് 10-4 ഓഫീസ് അടിച്ചു പോകരുത്. ഖുർആനെ പറയുന്നുണ്ട്, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغثوا ثيابهم وأصروا واستكبروا استكبارا. പക്ഷേ രാവും പകലും ഞാൻ അവരെ ഈ ദീനിലേക്ക് വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. ഇവർ വന്നില്ല. ഞാൻ അവരുടെ അരികിലേക്ക് ചെന്ന് ക്ഷണിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോയി. കേൾക്കേണ്ട നൂഹ എന്റെ വർത്താനം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ജഅലു അസാബിയഹും ഫീ ആദാനിഹിം. വിരൽ ചെവിയിൽ തിരികെ കേൾക്കണ്ട. നീ വല്ല ഗ്യാപ്പുണ്ടോ എന്ന് കരുതി, അതിലും കേട്ടാലോ എന്ന് കരുതി വസ്തഗ്ശു സിയാബഹും. പതുപ്പുണ്ട് മൂന്ന് ഓടുന്നു. ഓക്കെ, വെറുപ്പാണ്. ഖുർആൻ പറഞ്ഞേരാണ് എന്റെ വർത്താനം കേൾക്കണ്ട. ഇനി അഥവാ വല്ല ഗ്യാപ്പിലൂടെ കേൾക്കാണെങ്കിലോ ഒന്നും കരുതി ചെയ്തു പൊതപ്പിട്ട് പൊതച്ച് മൂടി കേൾക്കണ്ടാവും. ഒരു ശബ്ദത്തിന്റെ വസറു. അവർ പിടിച്ച മുയലിന് എത്ര മുമ്പ് അതേപോലെ ദുർവാശിയിൽ എന്ത് ചെയ്തു? അവർ ഉറച്ചു. അവരെന്ത് ചെയ്തു? അഹങ്കാരികളായി വെറുപ്പ് നടിച്ചു. പിന്നെ പഠിച്ചവരെന്ത് ചെയ്തു? ആദ്യത്തെ ശിക്ഷ, മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണിത്, വെള്ളം. അപ്പൊ നമ്മൾ തീ നമുക്ക് ആവശ്യമുള്ളതാണ്, വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്, കാറ്റ് ആവശ്യമുള്ളതാണ്. കാറ്റില്ലെങ്കിൽ കാറ്റ് പോകും. നമ്മുടെ ഹവ ഗയില്ലേ, നമ്മുടെ കാറ്റ് പോയില്ല. അന്ന് ആദ്യമൊക്കെ ശിക്ഷിച്ചു തുടങ്ങിയത് വെള്ളം ഒഴിവാക്കാൻ വെള്ളം കൊണ്ട് തന്നെ വെള്ളം വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ സമൂഹ ഗോത്രത്തെ കാറ്റടിച്ചു. ഇടുത്തി ഇറക്കി. ഈ വിധിയായിട്ട് ആകാശത്തുനിന്ന് വരും കൺട്രോൾ എന്ന് പറഞ്ഞ് പഠിച്ചു. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് എന്റെ പ്രതികരണം, എന്റെ പ്രതിഷേധം. ഇതൊക്കെ എന്താണ്? നഖീറാണ്, അള്ളാഹുവിന്റെ പ്രതിഷേധമാണ്. നമ്മോട് അള്ളാഹു, അതായത് ഇത്തരം അക്രമികളായ താന്തോന്നികളായ ആളുകളോട് അള്ളാഹു കാണിക്കുന്ന വെറുപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതികരണങ്ങളാണ് എന്തായി വരുന്നത്? ഈ ശിക്ഷയായി വരുന്നത്. അതാണ് ഈ ആയത്ത്. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇതേപോലെ നിഷേധിച്ചു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ എന്റെ വെറുപ്പും പ്രതിഷേധവും അതിന് നേരെ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള ശിക്ഷകൾ
അപ്പോൾ നോക്കൂ, അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പല്ലേ കഅബ പൊളിക്കാൻ ആര് വന്നത്? മുറത്ത് വന്ന്. എങ്ങനെയാണ് നശിപ്പിച്ചത്? വർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. കൊച്ചു പക്ഷികളിൽ ചുണ്ടിൽ കല്ലുമായി വന്ന് ഓരോരുത്തരുടെ നേരെ തലയിലേക്ക് ഇങ്ങനെ ഇടുക. അയാൾ ഉടനെ മരിച്ചു പോകല്ല, അയാളിങ്ങനെ ഇഞ്ചിൻ ചായ ഇങ്ങനെ പിന്നെ മരിക്കുക. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അങ്ങനെ അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയെ എങ്ങനെ ശിക്ഷിച്ചത്? ആദ്യം ഈ ഇതേപോലുള്ള ചെരൽ വർഷം അവിടെ നേരെ അയച്ചു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അവർ താമസിക്കുന്ന ഗ്രാമത്തിന്റെ മുകൾ ഭാഗത്തെ പഠിച്ചോൻ അടിഭാഗം. ഇപ്പൊ പെട്ടെന്ന് റമദാൻ മാസത്തിന് മനസ്സിലാവും, പത്തിന് കൂടാത്ത ആരുണ്ടാവല്ലോ, പത്തിന് കൂടാത്ത ആരുണ്ടാവല്ലോ. പത്തിരിന്റെ മുകൾ ഭാഗത്തെ അടിഭാഗമൊക്കെ എങ്ങനെയാ രണ്ടായിട്ടിട്ട് പഠിച്ചോന് ചട്ടകളൊന്നും വേണ്ട. എന്ത് ചെയ്തു? ആ ഗ്രാമത്തെ പൊക്കിയിട്ട് നേരെ മറിച്ചു. ആ സ്ഥലം എപ്പോഴും അവിടെ ഉണ്ട്. ഡെഡ് സീ, ചാവുകടൽ. ഒരു സമൂഹത്തെ എന്താ ശിക്ഷിച്ച? ഇതേപോലെയുള്ള ആധാറുകളെ അടയാളങ്ങളെ പഠിച്ചോ ഭൂമിയിൽ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും? നിലനിർത്തും. ആഖിബത്തുൽ മുകദ്ദിബീൻ. ഭൂമിയിലോടൊക്കെ നടന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എങ്ങനെയാണ് ശിക്ഷിച്ചതെന്നൊക്കെ നോക്കേണ്ടി ഖുർആൻ പറഞ്ഞതുപോലെ. മാത്രമല്ല, ഇനി വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായി ഞാൻ ഇതിനൊക്കെ അവശേഷിപ്പിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലാകാലം അവിടെ നിൽക്കും. അതിന് കേടും പറ്റൂല, ധൈര്യമായിട്ട് പറഞ്ഞോളി. അതും അള്ളാഹിന്റെ ആയത്ത് തന്നെയാണ്. അതും അള്ളാഹിന്റെ ആയത്ത് തന്നെയാണ്. ഫിറഔന്റെ ഡെഡ് ബോഡിയെ പഠിച്ചോ നിലനിർത്തുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഡെഡ് ബോഡി ഇവിടെ ഉണ്ടാകും, നശിച്ചു പോകില്ല. ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം. ഖുർആൻ ഏത് കാലം വരെ നിലനിൽക്കും? ഏത് കാലം വരെ? ലോകാവസാനം. ഈ ആയത്ത് നോക്കി മനസ്സിലായി. വലഖദ് കദ്ദബ الذين من قبلهم فكيف كان نكير. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ രീതി. അതേപോലെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഈ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ജീവിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു. നീ മേപ്പെട്ടെടുക്കിടക്ക് നോക്കണം എന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണം. കീഴ്പോട്ട് നോക്കി ഇറക്കുന്ന പോലെ ഇടയ്ക്ക് മേപ്പോട്ട് നോക്കണം. ഉപരിലോകം എങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വൈലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങൾ എങ്ങനെ ഇവിടെ ആണികളായി സ്ഥാപിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത്. ഭൂമി എങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ വിധം അതിനെ വിധാനിക്കപ്പെട്ടു എന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യന്മാരായ നമുക്ക് ഭൂമി ഉണ്ടായതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ്. നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? പരന്നതാണ്. ഭൂമിയുടെ ആകൃതി എന്താണ്? വീണ്ടതാണ്. അത്ര വലിയൊരു കോണത്തില് നമ്മള് ഉയരം സംഗതിയൊക്കെ പഠിച്ചു കണക്കാക്കിയിട്ട് അങ്ങനെയാണ് ഇതിന് സംവിധാനിച്ചത്. ഇനി എന്താ നോക്കേണ്ടത്? ചിന്തിക്കേണ്ടത് അവലം യറൗ ഇലത്വൈരി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിൽൻ. അവലം യറൗ ഇലത്വൈരി, പക്ഷിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ എന്നാണ്. എന്താണ് നോക്കേണ്ടത്? ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞില്ലേ? ഒട്ടകത്തെ നോക്കി ഇങ്ങനെ ഇരിക്ക, പഠിച്ചു നോക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ? അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ സൃഷ്ടിഘടനയിലുള്ള മഹാത്ഭുതങ്ങൾ, അതിന്റെ ജീവിത രീതികൾ, അതിന്റെ സ്വഭാവം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഈ മരുഭൂമിയിലേക്ക് ഒരു മരുക്കപ്പൽ എന്ന വണ്ണം അള്ള സൃഷ്ടിച്ചിരുന്ന ജീവിയാണത് ഒട്ടകം. ഒട്ടകല്ലാത്ത അറബികൾക്ക്
ജീവിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈത്തപ്പനയും കൊടുത്തില്ലേ. ഈത്തപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ രാജാവാണ് ആര്? ഈത്തപ്പഴം. ഈത്തപ്പഴത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു റിസ്ഖാണ്. ആ റിസ്ക് മാത്രം ഉണ്ടായാലും ഒരു ഈത്തപ്പഴം 2-3 ഈത്തപ്പഴം കുറച്ച് വെള്ളം കുടിച്ചാൽ പിന്നെ എങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് കേടൊന്നും ഇല്ലാതെ എങ്ങനെ പോകാൻ തന്നെ മതി. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ അള്ളാന്റെ റസൂലിൽ കുറെ ഈത്തപ്പഴം വെള്ളം 2 അസ്വദാനി എന്ന് പറഞ്ഞിട്ടില്ലേ? ഈത്തപ്പഴം വെള്ളം മാത്രമേ ഉള്ളൂ. ഉണ്ടായ മതി ഇങ്ങനെ ജീവിച്ചു പോകാൻ. വലിയ കുശിയൊന്നും ഉണ്ടാവില്ല. അതാണ് മത്സ്യസംഗതിയൊന്നും ഇല്ലെങ്കിൽ ഇതന്നെ മതി. ഇതോടെ മുമ്പ് തുറക്കുന്ന നേരത്തെ നമുക്ക് ആശ്വാസമില്ലേ? പെട്ടെന്ന് നമുക്ക് ഇതിനെപ്പറ്റി കൊണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ പറയുന്നത് പക്ഷികളെ നിങ്ങൾ അതിന്റെ സെട്ടിപ്പിനെ കുറിച്ച്, അതിന്റെ പറക്കല്, അതിന്റെ ടേക്ക് ഓഫ്, അതിന്റെ ലാൻഡിങ്, അതൊക്കെ നിരീക്ഷിച്ച് അതിനെയൊക്കെ ശ്രദ്ധിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചത്? വിമാനം കണ്ടുപിടിച്ചത്. അപ്പോ അവർക്ക് മിസ്ബാഹ് പരീക്ഷ അദ്ദേഹം പറഞ്ഞത് പക്ഷികളുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും, അത് നിരീക്ഷണം, പക്ഷി നിരീക്ഷണം, പക്ഷി ഗവേഷണം, അതിനുള്ള സലീം അലി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ സലീം അലി അല്ലേ? അതിന് കുറച്ച് ആൾക്കാർ വേണം. എല്ലാത്തിന്റെയും പിന്നാലെ കുറച്ച് ആൾക്കാർ വേണം. നിരീക്ഷിച്ചും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി മനുഷ്യന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ സംഗതികളാണ് ഖുർആൻ പറഞ്ഞ സംഗതിയാണ് പക്ഷി നിരീക്ഷണം. അപ്പൊ ഈ ആയത്തിൽ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് നമ്മളെ? പക്ഷി നിരീക്ഷണം. അവലം യറൂ ഇല ത്വയ്രി ഫൗഖഹും, അവർക്ക് മുകളിലുള്ള പക്ഷികളെ കുറിച്ച് അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? പക്ഷികൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? സ്വാഫാത്ത്, ചിറക് വിരിച്ച് ചിറക് വീശി പോകുന്ന. വയഖ്ബിൽൻ, അതേപോലെ തന്നെ ഖബലർന ചുരുട്ടിക്കൂട്ടി, ഒതുക്കി. അവർ ചുരുട്ടിക്കൂട്ടി, ചിറകുകൾ ചുരുട്ടിക്കൂട്ടിയും ഒതുക്കി വച്ചും അവ വിടർത്തി പറന്നും പോകുന്ന പക്ഷികളതാ അവരുടെ മുകളിൽ. അത് അവർ ശ്രദ്ധിക്കുന്നില്ലേ? അവരെ പിടിച്ചു വെക്കുന്നത് ആരാണ്? റഹ്മാൻ പരമകാരുണികനല്ലാതെ അവയെ ആ അന്തരീക്ഷത്തിൽ പറക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തുന്നില്ല, താങ്ങി നിർത്തുന്നില്ല. ആ പക്ഷികളുടെ ചിറകിലുള്ള അതിന്റെ ചിറകിന്റെ ആ സംവിധാനം, അതിനനുസരിച്ചാണ് നമ്മളിപ്പോ എന്തിന് ചിറകുണ്ടാക്കിയത്? വിമാനത്തിന് ചിറകുണ്ടാക്കി. പക്ഷികളുടെ അസ്ഥി ഉണ്ടല്ലോ, അസ്ഥികൂടങ്ങൾ, ആ അസ്ഥിക്കുള്ള ഒരു വളരെ വെയിറ്റ്ലെസ് ആണ്, ഖനല്ലാത്തതാണ് അല്ലേ? കാരണം എന്താ? പറന്നു. ഇനി എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ ആണ് ഒരു പക്ഷിയൊക്കെ പറന്നു പോകുന്നത് ലാൻഡ് ചെയ്യാൻ ഇടമില്ലാതെ. വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ആ ഭാഗത്തു നിന്ന് ഒരു പക്ഷിയെ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ അവസാനം ലാൻഡ് ചെയ്ത് എവിടെയാണോ? കടലുണ്ടി ഇവിടെ വന്നു. അവിടുന്ന് ടേക്ക് ഓഫ് ആവുന്ന പെട്രോൾ ഒന്നും വേണ്ട. അതാ പറഞ്ഞത് ഇല്ല. എത്ര ദൂരാണ്. അതിനെ കുറിച്ചുള്ള ലേഖനങ്ങളോ അതിനെ കുറിച്ച് പ്രത്യേക പുസ്തകങ്ങളോ ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷിശാസ്ത്രം ഖുർആനിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചാൽ മതി, അത്ഭുതപ്പെടാം. ഈ ഒരു ആയത്തിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കാൻ. ഫാമിലി. അതുമല്ല, അവ പറന്നു പോകുന്ന രീതികളുണ്ട് കേട്ടോ. വി ആകൃതിയിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഏത് രീതിയിലാണ് പോവുക? മടങ്ങി വരുമ്പോ രാവിലെ വൈകുന്നേരമുള്ള പോക്കും വരവും അതൊക്കെ വളരെ കൃത്യമായിരിക്കും. ഇപ്പൊ ഫ്ലൈറ്റ് ഇത്ര സമയത്തിന് പോകുമെന്ന് പറഞ്ഞാൽ പോകൂലേ? അത് ഫ്ലൈറ്റൊക്കെ ചിലപ്പോ ലേറ്റ് ആവും. ശരി, ഇതെന്ത് ചെയ്യും? ട്രെയിന് പോകുന്ന പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ പോകും. നമ്മൾ കൃത്യസമയത്ത് ചെല്ലണം. ചിലപ്പോ ലേറ്റ് ആയി കൂടാതൊന്നുമില്ല. പക്ഷെ ഇത് ലേറ്റ് ആവും. അവർക്കറിയാം എപ്പോഴാണ് പുറപ്പെടേണ്ടത്. എല്ലാവരും റെഡി ആയിരിക്കും. അപ്പൊ നമ്മളെല്ലാരും ഒരു ടൂറിനോ സംഗതിയൊക്കെ ഫാമിലി പോകുകയാണെങ്കിൽ അവൻ കുളിച്ചിട്ടില്ല, മറ്റോ വന്നിട്ടൊന്നല്ല കേട്ടോ, അങ്ങനെ പറയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുള്ളൂ. ഇപ്പൊ ഇതൊക്കെ 10 മിനിറ്റ് കിട്ടിയാണ്.
ഇവിടെ ആരാധന പരിപാടിയൊന്നുമില്ല. ആരാധന പക്ഷികളാണ്. അപ്പൊ ഇതേപോലെയുള്ള ജീവികൾ ഇല്ല ഉമമുൻ അംസാലുക്കും നമ്മൾ പറഞ്ഞു. ഉറുമ്പാണെങ്കിലും തേനീച്ചയാണെങ്കിലും ഈ പക്ഷികളാണെങ്കിലും അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹിന്റെ പഠിപ്പുകളാണ്. ഇന്ന് പറവകളാണ്, മറ്റൊന്ന് കൊച്ചു ജീവികളാണ്. ഉറുമ്പ് എന്ന അധ്യായം ഖുർആനിലില്ല, തേനീച്ച എന്ന അധ്യായം ഖുർആനിലില്ല. അവരൊക്കെ നിങ്ങളെ പോലെയുള്ള സമൂഹങ്ങളാണ്. അവരും സാമൂഹ്യ ജീവികളാണ്. അവർക്കും എന്തുണ്ട്? ഈ സാമൂഹ്യമായ ബന്ധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു ഉറുമ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ഉറുമ്പുകളും മാത്രമല്ല അവർ കൊടുക്കുന്ന മെസ്സേജുകളുണ്ട്, അതിനനുസരിച്ചാ പോവുക. എവിടെയെങ്കിലും ഒരു ചെറിയ പഞ്ചസാര മണി ഉണ്ടായാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര എവിടെയെങ്കിലും കുറച്ച് വീണിട്ടുണ്ടെങ്കിൽ, ഒരു തേൻ തുള്ളി നമ്മൾ തേൻ കുടിക്കുമ്പോ എവിടെയെങ്കിലും ഉച്ചി വീണാൽ അവിടെ ആരെത്തും? ഉറുമ്പുകളെങ്ങനെ മെസ്സേജ് കിട്ടി? മെസ്സേജ് കൊടുക്കും. എന്തെങ്കിലും സാധനം വെയിറ്റ് ഉള്ളത് കൊണ്ടുപോകണമെങ്കിൽ ഒരാൾക്ക് കഴിയില്ലാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? കൊണ്ടുപോകണല്ലേ, വലിച്ചു കൊടുക്കും. വഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവരെന്നെ മറന്ന് കടന്നിട്ട് പാലുണ്ടാക്കിയിട്ട് ആയിക്കോട്ടൂടെ എന്തൊക്കെ അത്ഭുതമാണ് അവർ ചെയ്യുന്നതെന്ന്. ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെ പോലുള്ള സമുദായങ്ങളും സമൂഹവുമാണ് അവര് എന്ന് പറയുന്നു. തേനീച്ചന്റെ സംഗതി എങ്ങനെയാണ്? അപ്പോ സാമൂഹ്യ ജീവിതം അവരെ കൂടി കണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണ മനുഷ്യന്മാരെയാണ്. പക്ഷെ അവർക്കിടയിൽ അവരുടെ മനസ്സിൽ എന്തുണ്ടാവില്ല? ഈ ജീവികളുടെ ഇടയിൽ പക ഉണ്ടാകുമോ? ഇല്ല. അസൂയ ഉണ്ടാകുമോ? കിബർ ഉണ്ടാകുമോ? ഇല്ല. വെറുപ്പുണ്ടാകുമോ? ഇല്ല. എന്ത് മാത്രം ഉണ്ടാകും? സ്നേഹം ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, ഒരുമയുണ്ടാകും, നമ്മൾ ഒന്നാണ് എന്ന ചിന്തയുണ്ടാകും. കണ്ടു പഠിച്ചുകൂടി പഠിച്ചുകൊണ്ട് അവ ചിറക് വിടർത്തിയും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്ന പറവകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മായും സിഖുന്ന ഇല്ല റഹ്മാൻ. ഇത്ര അധികം ദൂരമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്താലാണ് അവരെന്ത് ചെയ്യുന്നത്? മറന്നു. സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. നിശ്ചയമായും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാകുന്നു. ബസീർ, എല്ലാം ആര് കാണുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നാണ് ഈ ആയത്ത് പറഞ്ഞു വെക്കുന്നത്. ആയത്തൊന്നു നോക്കൂ. അവലം യറൗ ഇലത്വൈരി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിൽ മാ യുംസികുന്ന ഇല്ലാ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. ഇനി നിങ്ങൾക്ക് ആരാണുള്ളത്? അമ്മൻ എന്നാൽ ആരുണ്ട്? ഹദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്യം. നിങ്ങൾക്ക് സൈന്യമായിട്ട് ആരാണുള്ളത്? അല്ലാഹുവിനെ കൂടാതെ. അവൻ എന്ത് ചെയ്യുന്നു? ആരുണ്ട്? യൻസുർക്കും, നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് സൈന്യമായി? മിൻ ദൂനി റഹ്മാൻ, പരമകാരുണികനല്ലാതെ റഹ്മാനായ റബ്ബിന് പുറമേ നിങ്ങളെ സഹായിക്കുന്ന ഏത് ജുന്താണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. സൈന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ സഹായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവൻ സംവിധാനിച്ചിട്ടുള്ള ഒരുപാട് സന്നാഹങ്ങളുണ്ട് അല്ലേ? അതിലൂടെയാണ് പഠിച്ചുകൊണ്ട് സഹായം നമുക്ക് അവന് എത്തിച്ചു തരുന്നത്. അപ്പൊ ബദർ ഇന്നലെ ഞാൻ ഒന്നായിരുന്നു 17 ബദർ കഴിഞ്ഞത്.
ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ റസൂലിനെയും സഹാബത്തിനെയും മദീനകളെയൊക്കെ സഹായിച്ച സംഗതി പറയുന്നുണ്ടല്ലോ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തി. അതാണ് ഖുർആൻ പറയുന്നത്, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ എന്നോട് സഹായം തേടിയപ്പോൾ, ഇസ്തിഗാസ നടത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ഫസ്തജാബ ലക്കും. എന്താ ഉത്തരം? ഞാൻ നിങ്ങളെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കും. ആ വിശ്വാസികളെ യുദ്ധം ചെയ്തപ്പോ ആരെ ഇറക്കിയിട്ടുണ്ട് സഹായികളായി? മലക്കുകളെ പഠിച്ചോൻ ഇറക്കി. മലക്കുകളെ പോലെ കണ്ടോ? അള്ളാഹിന്റെ ജുന്താണ്. എന്താണ് അള്ളാഹുവിന്റെ ജുന്ത്? അപ്പൊ നമ്മളെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അള്ളാഹുവിന്റെ സൈന്യമാണ് ജുന്തുലക്കും. അള്ളാഹുവിന് പുറമെ, റഹ്മാനിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ ഏതൊരു സൈന്യമാണുള്ളത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സഹായം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവിശ്വാസികളോടാണ് ചോദിക്കുന്നത്. നമുക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ടെന്നതിന് യാതൊരു സംശയവുമില്ല. ഉണ്ടോ? ഇല്ല. അള്ളാഹിന്റെ സഹായം പല നിലക്കായിരിക്കും നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും. കാരണം എന്താണോ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഈ ദുൽമ്, അവർ ചെയ്യുന്ന അതിക്രമം, അവർ ചെയ്യുന്ന ഈ എന്ത് ദുഷിച്ച പ്രവർത്തനവും അതിനൊക്കെ പടച്ചോൻ അവരെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ റഹ്മാൻ ഇവിടെ പ്രയോഗിക്കാൻ കാരണം എന്താണ്? കുറെ ശിക്ഷിക്കാതെ പടച്ചോൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കി. വലൗ യുആഖിദുല്ലാഹു الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى. ജനങ്ങളെങ്ങാനും അവർ ചെയ്യുന്ന ദുൽമ കൊണ്ട് അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജീവി പോലും പിന്നെ ബാക്കിയാകും. പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു നിശ്ചിത അവധി വരെ പഠിച്ചവൻ ഓരോരുത്തർക്ക് കാലം നിശ്ചയിച്ചിട്ട് അതുവരെ അള്ളാഹു പിന്തിക്കുകയാണ് ചെയ്യുന്നത്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു. അപ്പൊ ഇങ്ങനെയുള്ള റഹ്മാനിന് പുറമെ നിങ്ങള് ഇതൊക്കെ ചെയ്തിട്ടൊന്നുമില്ല, ശിക്ഷിക്കാതെ നിങ്ങൾക്ക് അവധി പഠിച്ചോ തരുന്നുണ്ട്. അവലം യുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടത്ര ആയുസ് നാം നൽകിയിരുന്നില്ലേ എന്ന് പഠിച്ചോ ചോദിക്കുന്നുണ്ട്. അതിനും പുറമെ നിങ്ങളെ ഉണർത്താൻ താക്കീതുകാർ വരികയും ചെയ്തിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതൊക്കെ എന്ത് വേണം? മനുഷ്യരായ നമ്മൾ ഉൾക്കൊള്ളണം. മിൻ ദൂനി റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മത്ത്. ജനങ്ങളുടെ ദുൽമും ജഹാലത്തും ഒക്കെ ഉണ്ടായിട്ടും ഈ മനുഷ്യവർഗത്തെ അള്ളാഹു ഭൂമിയിൽ അവശേഷിപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഭൂമിയിൽ ആഴ്ത്തി കളയണമെങ്കിൽ എവിടെ ആഴ്ത്തി കളയണം? ഇസ്രായേൽ നെതന്യാഹുവിന്റെ വീടടക്കണം താങ്ങണം അല്ലേ? എത്ര ദുൽമാണ് മനുഷ്യന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആയത്ത് നോക്കും. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. എന്നാൽ ഇനിൽ കാഫിറൂൻ അവിശ്വാസികളല്ല, ഇല്ല അല്ലാതെ, എന്തിനല്ലാതെ? ഫീ ഖുറൂർ അവർ വഞ്ചനയിൽ തന്നെയാകുന്നു. അവർ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരാണ് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? വഞ്ചകൻ ആരാണ്? പിശാച്. പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് അവർ വഞ്ചിതരായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഇതാണ് തീർക്കാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമ്മുടെ പഴയ സിലബസ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നെക്സ്റ്റ് ക്ലാസ് എന്ന ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും ഞങ്ങൾക്കിടയിൽ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് നീ പാഠിക്കരുത്. മരണപ്പെട്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മത്സല്യനിധികളായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരനും സഹപ്രവർത്തകനുമായ സുധീർ എഞ്ചിനീയറുടെ മരണപ്പെട്ടവരേക്കും ജനാസയിലൊക്കെ പങ്കെടുത്ത ആളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന് നമ്മുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും ഒക്കെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിയവരേക്കും. നമുക്കിടയിലെ രോഗികൾക്ക് അല്ലാഹു ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഈ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം കൊണ്ടും അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മെ പൊതിയുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. എത്ര നന്മകൾ നമ്മൾ ചെയ്താലും അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം 10 മടങ്ങ് നമുക്ക് നൽകുന്ന രാവുകളും പകലുകളും, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാത്രികൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമായി നമ്മൾ പരലോകത്ത് വരുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ. നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആൻ, നമ്മൾ ഓതിയും പഠിച്ചും തീർത്ത ഖുർആനിന്റെ സൂക്തങ്ങളും സൂറകളും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് ശുപാർശ പറയുന്ന വിധത്തിൽ അവൻ ഹാജരാക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وعلينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.